ഈ തിരഞ്ഞെടുപ്പിലെ ഒരു അൺസങ് ഹീറോ എന്ന് പറയുന്നത് ധ്രുവ റെഡ്ഡിയാണ്. ധ്രുവ റെഡ്ഡി എന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു യൂട്യൂബിലൂടെ ഏതാണ്ട് 1.5-2 മാസക്കാലമായി നടത്തുന്ന ഈ രാജ്യത്തിൻ്റെ പരമാധികാരവും ജനാധിപത്യവും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ ചെറുതായി കാണാനാവില്ല. കഴിഞ്ഞ ദിവസത്തെ ഇലക്ഷൻ ടേൺ അറൗണ്ടിൽ ധ്രുവ റെഡ്ഡിയുടെ പേര് എല്ലാവരും പരാമർശിച്ചതും പോസ്റ്റ് ചെയ്തതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ പറയേണ്ടതുണ്ട്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ ഇടപെടലിനെക്കുറിച്ച് സ്വയം വിശദീകരിച്ചിട്ടുമുണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്നാലും മറ്റ് ചില കാര്യങ്ങൾ കൂടി. ധ്രുവ റെഡ്ഡി ഒരു യൂട്യൂബറാണ്. വളരെ ശ്രദ്ധേയമായ രാജ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഭൂപ്രകൃതിയെക്കുറിച്ചും വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചും വേറിട്ട വീഡിയോകൾ ചെയ്യുന്ന ഒരു യൂട്യൂബർ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ചെയ്ത് വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരു മലയാളം പോലൊരു പ്രാദേശിക ഭാഷയേക്കാൾ വലിയ റീച്ചുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ അദ്ദേഹം വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പറയുന്ന ചിന്തയുണ്ടായതെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ രാജ്യത്തെക്കുറിച്ച്, ഇത്രയും മനോഹരമായ ജനാധിപത്യത്തെ രാജ്യത്തെക്കുറിച്ച്, ഇത്രയും മനോഹരമായ വൈവിധ്യങ്ങളുള്ള രാജ്യത്തിൽ ഒരു വ്യത്യസ്തമായ അടിച്ചമർത്തൽ രീതിയും ഒരു കേന്ദ്രീകരണവും വരുന്നതിനെക്കുറിച്ചൊക്കെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ചിന്തയുണ്ടായിരുന്നത്രേ. അപ്പോഴാണ് ഫെബ്രുവരി 2024 ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു റിട്ടേണിംഗ് ഓഫീസർ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ താൻ വിചാരിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള കൗൺസിലർമാരുടെ വോട്ടുകൾ അസാധുവാക്കുന്ന ഒരു പ്രക്രിയ പുറത്തു വന്നത്. സുപ്രീം കോടതി പിന്നീട് അതിനെ വിശേഷിപ്പിച്ചത് ജനാധിപത്യം കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന വാക്കുകളിലാണ്. അവിടെ അസാധുവാക്കുന്ന വോട്ട് സാധാരണക്കാരൻ്റേതല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിജയിച്ചു വന്ന ജനപ്രതിനിധികളായ മുനിസിപ്പൽ കൗൺസിലർമാരുടേതാണ്. അവരുടെ മുന്നിൽ വെച്ചാണ് ഇത് അസാധു എന്ന് എഴുതി ഒടുവിൽ താൻ വിചാരിച്ച പക്ഷത്തെ വിജയിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ധൈര്യം വന്നത് എന്ന ചിന്തയാണ് തൻ്റെ ട്രിഗർ പോയിൻ്റായി മാറിയതെന്ന് ധ്രുവ റെഡ്ഡി പറയുന്നു. അവിടെയാണ് അദ്ദേഹം ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു വീഡിയോ ചെയ്തത്. ഏതാണ്ട് 5 കോടിയോളം ഇന്ത്യയിലെ ആളുകൾ അത് കാണുകയുണ്ടായി. വലിയ ചർച്ചയുണ്ടാവുകയുണ്ടായി. അതിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ഏകാധിപത്യത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അത് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മറ്റ് 2 സംഭവവികാസങ്ങൾ ഉണ്ടായതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കൽ. ഈ 2 സംഭവങ്ങൾ കൂടിയായപ്പോൾ താൻ പറഞ്ഞ ദിശയിലേക്ക് തന്നെയാണ് ഇത് സഞ്ചരിക്കുന്നതെന്നും ഇനി തന്നെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ലെന്നും ഇവിടെ എൻ്റെ റോൾ നിർവഹിക്കലാണ് പ്രധാന ദൗത്യമെന്നും ഉറപ്പിച്ചാണ് ഇതിലേക്ക് വന്നതെന്ന് ധ്രുവ റെഡ്ഡി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഭഗവത്ഗീതയിലെ നമ്മളൊക്കെ ഉദ്ധരിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ വാക്കുകൾ അദ്ദേഹം ഓർത്തു എന്നാണ്. കർമ്മണ്യേവധികാരസ്ഥേ മാ ഫലേഷു കഥാചന, അതായത് ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുകയാണ് നിൻ്റെ ദൗത്യമെന്ന് അർജുനനെ ഉപദേശിക്കുന്നത് പോലെ നമ്മൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാതെ ഇതിനുവേണ്ടി പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുകയായിരുന്നു തൻ്റെ ആദ്യത്തെ ഒരു ആത്മീയമായ പ്രചോദനം ഉൾക്കൊണ്ടത് ഭഗവത്ഗീതയിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഭഗത് സിംഗിനെയും ഓർത്തത്രേ. 1931 രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വയം ജീവാർപ്പണം നടത്തേണ്ടി വന്ന ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുമ്പോൾ 16 വർഷത്തിനകലെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം നമ്മളെ കാത്തിരുന്നത്. അതുപോലെ എൻ്റെ ജീവനല്ല പ്രധാനം, എൻ്റെ രാജ്യമാണ് പ്രധാനമെന്ന ഉറച്ച നിലപാടിൽ പിന്നീട് അദ്ദേഹം തുടരെ വീഡിയോ എടുക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അദ്ദേഹത്തിനെ ജയിലിലടയ്ക്കാൻ കാരണമായ മൊഴി നൽകിയ ആ കമ്പനി 65 കോടിയോളം രൂപ ഇലക്ടറൽ ബോണ്ട് ഭരണകക്ഷിക്ക് കൊടുത്തവരാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നതെന്നും അല്ലാതെ അഴിമതിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ടല്ല എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞ മണിക്കൂറിൽ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏതായാലും
വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെ കാലത്ത് ഈ പറയുന്നത് പോലെ വളരെ വ്യക്തമായി സ്വന്തം നിലപാടുകൾ ഉറക്കെ പറയാൻ ധ്രുവ റെഡ്ഡി കരുത്ത് കാട്ടി. അതിനു പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ജർമ്മനിയിലാണ് താമസിക്കുന്നത്. ഒരു ജർമ്മൻ സ്ത്രീയെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളതും. അവിടെയൊക്കെ നിന്നുകൊണ്ട് വളരെ സ്വതന്ത്രമായി പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എന്തായാലും തികഞ്ഞ ധൈര്യം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. അദ്ദേഹത്തെ പാകിസ്ഥാനി ഫണ്ടിങ് ആക്കിയും മറ്റു പലതരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും തളരാതെ അവസാന നിമിഷം വരെ പോരാടി എന്നുള്ളതാണ് സത്യം. ആര് ജയിച്ചു എന്നും എത്ര എണ്ണം കിട്ടിയെന്നുള്ളതല്ല തൻ്റെ വിഷയമെന്നും ഈ രാജ്യത്തിൻ്റെ പരമമായ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടാനുള്ള ഒരു പ്രചോദനമായി ഈ തിരഞ്ഞെടുപ്പ് ഫലം മാറിയതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്.